കേരളത്തിന് പുറത്ത് ഏറ്റവും അധികം അയ്യപ്പ ഭക്തരെത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഒരു പക്ഷേ ശബരിമലയിലെ നടവരവിന്റെ നല്ലൊരു ശതമാനം വരുന്നത് കേരളത്തിന് പുറത്തു നിന്നാണെന്ന് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ ഇരുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ അഭാവം പരിപാടിയുടെ ശോഭ കെടുത്തി എന്ന് പറയേണ്ടി വരും. തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് മന്ത്രി പി.കെ. ശേഖർ ബാബു, ഐ.ടി. മന്ത്രി പളനിവേൽ ത്യാഗരാജൻ എന്നിവരാണ് സർക്കാർ പ്രതിനിധികളായി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ വേദിയാകുമ്പോൾ സർക്കാർ ക്ഷണം ഔദ്യോഗികമായി സ്വീകരിച്ചത് തമിഴ്നാട് മാത്രമാണ്. 5 കേന്ദ്രമന്ത്രിമാരെയും എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും മഹാരാഷ്ട്ര, ഗോവ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ആരും ക്ഷണം സ്വീകരിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചതോടെയാണ് മിക്ക സംസ്ഥാന സർക്കാരുകളും ക്ഷണം നിരസിച്ച് എന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ പ്രധാന ഗോത്ര വിഭാഗമായ മല അരയ ഗോത്ര സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഐക്യ മല അരയ സഭയും അവസാന നിമിഷം പരിപാടിയിൽ നിന്നും പിന്മാറിയത് സംഗമത്തിന് തിരിച്ചടി സമ്മാനിച്ചിരുന്നു. ശബരിമലയിൽ മല എറിയ സമുദായത്തിന്റെ പരമ്പരാഗത അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വേണമെന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിച്ചെന്ന് ആരോപിച്ചാണ് ഐക്യ മല എറിയ മഹാസഭ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തിന് അകത്തു നിന്ന് അയ്യപ്പ സന്നിധിയുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന പ്രമുഖ സമുദായത്തെ എത്തിക്കാൻ സാധിക്കുമെന്ന് സർക്കാർ അവസാന നിമിഷം വരെ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണമെന്ന ആവശ്യത്തിൽ സംഘടന ഉറച്ചു നിന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി നേരത്തെ പന്തളം കൊട്ടാരവും അറിയിച്ചിരുന്നു. കുടുംബാംഗത്തിന്റെ മരണത്തെ തുടർന്നാണ് വിട്ടുനിൽക്കുന്നത് എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. എന്നാൽ ശബരിമല സ്ത്രീ പ്രവേശന വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതിഷേധങ്ങളിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിച്ചിട്ടില്ലെന്ന വിഷയത്തിൽ സർക്കാരിനെ വിമർശിക്കാനും പന്തളം കൊട്ടാരം മാനേജിംഗ് കമ്മിറ്റി തയ്യാറായിരുന്നു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ആവർത്തിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മ എന്ന നിലയിലാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വികസനത്തിനായി ഭക്തരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്നും ദേവസ്വം ബോർഡ് പറയുന്നുണ്ട്. കർണാടക സർക്കാർ വിട്ടുനിന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എതിർപ്പ് കണക്കിലെടുത്താണെന്നാണ് ഭരണപക്ഷം നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിഞ്ഞാണ് കർണാടക വിട്ടുനിന്നതെന്നും പിണറായി വിജയനുമായി ഏറെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന സ്റ്റാലിൻ വിട്ടുനിന്നത് ഇതിന് തെളിവാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടില്ലെന്നാണ് പരിപാടിയുടെ പരാജയം ചൂണ്ടിക്കാണിക്കുന്നത്.